നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഗൂഗിൾ സെർച്ച് ലിസ്റ്റിൽ AI ഓവർവ്യൂ ഇമീഡിയറ്റ്ലി സെർച്ച് ചെയ്യുന്ന ഉടനെ തന്നെ AI ഓവർവ്യൂ കാണാൻ സാധിക്കുന്നത്. അടുത്ത ഷിഫ്റ്റ് വരുന്നത് AI മോഡിലേക്കാണ്. ഗൂഗിൾ AI മോഡ് റീസെൻ്റ് ആയിട്ട് US അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഗൂഗിൾ AI മോഡിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെന്താ ഫോളോ ചെയ്യേണ്ടത്? SEO ഗൈഡൻസ് ഫോളോ ചെയ്യണം. ഓൺസൈറ്റ് SEOൻ്റെ സ്ട്രാറ്റജികൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രക്ചർഡ് ഡാറ്റ ഇതൊക്കെ അപ് ടു ഡേറ്റ് ആക്കി നമ്മുടെ വെബ്സൈറ്റിൽ ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ ടുമാറോ വെൻ AI മോഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്തും നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടന്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കറൻ്റ്ലി AI മോഡ് ഈസ് ഗെറ്റിംഗ് ദ ആൻസർ ഫ്രം ദ റൈറ്റ് വെബ്സൈറ്റ് അവൈലബിൾ ഇൻ ദ ഇന്റർനെറ്റ്. നമ്മുടെ വെബ്സൈറ്റ് SEO പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റ് ആ ആൻസർ റാങ്ക് ചെയ്യുന്നിടത്തേക്ക് എത്തുകയുള്ളൂ. 2025 നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു SEO സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻ്റെ കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് ആ ഇൻഡെപ്ത് റിച്ച് കോണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ ഒപ്റ്റിമൈസ് കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ഡാറ്റ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ ബ്ലോഗ് രൂപത്തിൽ നമ്മുടെ വെബ്സൈറ്റിൽ കോണ്ടന്റ് കൊടുക്കാൻ പറ്റണം. സ്ട്രക്ചർഡ് ഡാറ്റ ഫോളോ ചെയ്യുക. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ നമ്മൾ വരുന്നുണ്ട് പുതിയ ലേറ്റസ്റ്റ് ഷിഫ്റ്റുകൾ നമ്മൾ വെബ്സൈറ്റും റാങ്കിങ് ആവുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ.